ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് കമ്പണൻസിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പണൻ്റ് ആണ്. ഇൻഡക്ടർ ഒരു പാസീവ് കമ്പണൻ്റ് ആണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയർ നമ്മളിങ്ങനെ വൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡക്ടറിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പം ഈ വൗണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ വെറുതെ ഒരു കോയിൽ ഫോമിൽ വൗണ്ട് ചെയ്തിട്ടുള്ള ഇൻഡക്ടർ നമ്മൾ എയർ കോർ ഇൻഡക്ടർ എന്ന് പറയും. ഇപ്പം ഒരു അയണിന്റെ മുകളിലാണ് നമ്മൾ ഇൻഡക്ടർ ഈ കോയിൽ വൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻഡക്ടറിന് അയൺ കോർ ഇൻഡക്ടർ എന്ന് പറയും. ഇൻഡക്ടർ ഒരു എനർജി സ്റ്റോറേജ് ഡിവൈസ് ആണ്. അതായത് എനർജീനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോമിലാണ് ഇൻഡക്ടർ സ്റ്റോർ ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഡിവൈസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാവുന്ന കുറച്ച് ഇൻഡക്ടേഴ്സ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇൻഡക്ടേഴ്സ് ആണ്. അടുത്ത ടേമാണ് ഇൻഡക്ടൻസ്. കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കോയിലിന്റെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. എൽ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡക്ടൻസ് ഡിനോട്ട് ചെയ്യുക. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. എച്ച് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇൻഡക്ടൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ to oppose any change in current flowing through it. അപ്പം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ഇൻഡക്ടേഴ്സിന്റെ സിമ്പിളാണ് എയർ കോർ. നേരത്തെ പറഞ്ഞില്ലേ. അപ്പം എയർ കോർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കോയിൽ ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എയർ കോർ ഇൻഡക്ടറിന്റെ സിമ്പിൾ. അടുത്തത് അയൺ കോർ ഇൻഡക്ടർ ആണ്. അയൺ കോർ എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ രണ്ട് ലൈൻസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു കോയിലും. ഇതാണ് ഒരു അയൺ കോർ ഇൻഡക്ടറിന്റെ സിമ്പിൾ. അടുത്തത് ഇൻഡക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ചിനനുസരിച്ചിട്ട് നമ്മൾ ഇൻഡക്ടേഴ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലാദ്യം ലോ ഫ്രീക്വൻസി ചോക്ക്, LF ചോക്ക്. അപ്പം ഇങ്ങനത്തെ ഇൻഡക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ സർക്യൂട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിൽറ്റർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ ഉള്ള സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC-യുടെയും DC-യുടെയും കണ്ടന്റ് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു സിഗ്നലിനെ നമ്മൾ പ്യൂർ DC ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ അയൺ കോർ ആണ് യൂസ് ചെയ്യുക. അതായത് അതിന്റെ കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അയൺ ആയിരിക്കും. ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 5 Hz മുതൽ 20 Hz വരെയാണ്. അടുത്തത് ഓഡിയോ ഫ്രീക്വൻസി ചോക്ക്. ഇതിന്റെ റേഞ്ച് 20 Hz മുതൽ 20 kHz വരെയാണ്. ലാമിനേറ്റഡ് അയൺ കോർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസി ചോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഓഡിയോ ഫ്രീക്വൻസി ചോക്കിന്റെ സൈസ് വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ഇൻഡക്ടൻസ് വളരെ കുറവാണ്. അടുത്തത് റേഡിയോ ഫ്രീക്വൻസി ചോക്ക്. ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 kHz മുകളിലാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എയർ കോർ ആണ്. ഫ്രീക്വൻസി സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള സർക്യൂട്ട്സിലാണ് റേഡിയോ ഫ്രീക്വൻസി ചോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് കോർ ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ആ കോയിൽ വൗണ്ട് ചെയ്യുന്നത് ഏത് മെറ്റീരിയലിന്റെ മുകളിലാണ് അതിനനുസരിച്ചിട്ട്. അപ്പം ജസ്റ്റ് ഒരു കോയിൽ മാത്രമാണ് നമ്മൾ എയർ കോർ ഇൻഡക്ടർ എന്ന് പറയും. അപ്പം അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പം ഈ ഒരു ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് വാല്യൂ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ RF ആപ്ലിക്കേഷൻ, അതായത് റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനാണ് എയർ കോർ ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് അയൺ കോർ ഇൻഡക്ടർ. അയൺ കോർ ഇൻഡക്ടറിന്റെ കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ ആയിരിക്കും. അതിന്റെ മുകളിലാണ് നമ്മൾ കോയിൽ വൗണ്ട് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ കോർ എന്ന് പറഞ്ഞാൽ ലാമിനേറ്റഡ് അയൺ ആണ്. ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫെറൈറ്റ് കോർ ഇൻഡക്ടർ ആണ്. ഫെറൈറ്റ് കോർ ഇൻഡക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോർ ഫെറൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്താണ്, വാരിയബിൾ ടൈപ്പ് ഇൻഡക്ടേഴ്സ് ഉണ്ട്. അതായത് ഇൻഡക്ടൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇൻഡക്ടേഴ്സ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫെറൈറ്റ് കോർ ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വാരിയബിൾ ഇൻഡക്ടേഴ്സ് ആണ്. വാരിയബിൾ ഇൻഡക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ടേഴ്സിന്റെ ഇൻഡക്ടൻസ് വാല്യൂ നമുക്ക് വാരി ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വാരി ചെയ്യുന്നത് വെച്ചാൽ 3 തരത്തിൽ നമുക്ക് വാരി ചെയ്യാം. ഫസ്റ്റ് നമുക്ക്
കോറിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. പിന്നെ എയർ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഡക്ടൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോയിലിൽ ടാപ്പിംഗ് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇൻഡക്ടൻസ് വാരി ചെയ്യാൻ പറ്റും. അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് വാരി ചെയ്യാൻ പറ്റുക. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡക്ടൻസ്. അപ്പം ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ L=N²μA/L ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, അതായത് ആ കോയിലുള്ള ടേൺസിന്റെ എണ്ണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ കോയിൽ, കോയിലിന്റെ ലെങ്ത്. മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർ മെറ്റീരിയൽ, ഏതാണ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് കോറിൽ. അപ്പം ഇതിനനുസരിച്ചിട്ടാണ് ഈ നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ തന്നെ ഏരിയ, ലെങ്ത്, കോർ മെറ്റീരിയൽ ഏതാണോ ഉപയോഗിക്കുന്നത് ഇതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇൻഡക്ടൻസിന് ചേഞ്ച് വരും. അടുത്ത ടേമാണ് സെൽഫ് ഇൻഡക്ടൻസ്. ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ കോയിൽ എന്ത് ചെയ്യും വെച്ചാൽ ആ കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒപ്പോസ് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോയിലിൽ തന്നെ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒപ്പോസ് ചെയ്യാൻ കാരണം. അങ്ങനെ ഉണ്ടാവുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFനാണ് നമ്മൾ ബാക്ക് EMF എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഈ ഒരു ഫസ്റ്റ് കോയിലിൽ വാരിയിങ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റിലാണ് ഈ സെക്കൻഡ് കോയിൽ ഉള്ളത്. ഒരു കണ്ടക്ടർ ഒരു വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു EMF ഉണ്ടായിരിക്കും. ഇങ്ങനെ നിയർ ബൈ കോയിലിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിക്കാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിന്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്.